ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. ആൻഡ് മിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ LSS എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന മക്കൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അതായത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം തന്നെ ആയിരിക്കും. ഏത് അവയവം ഉപയോഗിച്ചിട്ടാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്? ഏത് അവയവമാണ്? ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ശകുലത്തിന് നമ്മൾ ചെകിളപ്പൂക്കൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് യൂസ് ചെയ്തിട്ടാണ് മത്സ്യങ്ങളെ ശ്വസിക്കുന്നത്. അപ്പൊ മത്സ്യത്തിന് ഈ ശകുലങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ലേ, വേറെയും കുറേ ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മക്കൾ ഒരു വൃത്തിക്ക് ഒരു കൃത്യമായ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പൊ മിസ് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു തരാം എന്തൊക്കെയാണ് മത്സ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, തോണിയുടേത് പോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, അതായത് ബോട്ട് ഷേപ്ഡ് ബോഡി. എന്തിനാണ് അത് സഹായിക്കുന്നത്? ജലത്തിലൂടെ എളുപ്പത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത്, വഴുവഴുപ്പുള്ള ശരീരം, സ്ലിപ്പറി ആയിട്ടുള്ള ബോഡി. എന്തിനാ അത് സഹായിക്കുന്നത്? ജലത്തിൽ ഇങ്ങനെ തെന്നി തെന്നി നീങ്ങാൻ അത് സഹായിക്കുന്നുണ്ട്. ചിറകുകൾ സഹായിക്കുന്നുണ്ട്. എന്തിനാണ് ചിറകുകൾ? ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ സ്വിം ചെയ്യാൻ, തുഴഞ്ഞ് അല്ലെങ്കിൽ നീന്തി പോകാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ചിറകുകൾ സഹായിക്കുന്നുണ്ട്. ഇനി ഇതാ വാൽച്ചിറകുണ്ട്, അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറഞ്ഞാൽ എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ് ശ്വസിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി ഇതാ നിരനിരയായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ശൽക്കങ്ങൾ, ഓർഡർലി അറേഞ്ച്ഡ് സ്കെയിൽസ്. അതെന്തിനാണെന്നറിയാവോ? ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമല്ലോ, ചൂട് തണുപ്പ് എന്നീ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമ്മുടെ മത്സ്യങ്ങളെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന സ്കെയിൽ, ഓർഡർലി അറേഞ്ച്ഡ് സ്കെയിൽസ് അല്ലെങ്കിൽ ശൽക്കങ്ങൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കണ്ണുകൾ എങ്ങനെയുള്ളത്? തലയ്ക്ക് ഇരുവശത്തുമായിട്ടാണ് മത്സ്യത്തിന്റെ കണ്ണുകൾ ഉള്ളത്. അത് എന്തിന് സഹായിക്കുന്നുണ്ട്? ഒരു ലാർജ് വ്യൂ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതായത് വിശാലമായ കാഴ്ചയ്ക്ക് അത് സഹായിക്കുന്നു. ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവ ഇല്ല. അതും കൂട്ടുകാർ ഓർത്തിരിക്കുക. ദാറ്റ് മീൻസ് ഫിഷസിന് അല്ലെങ്കിൽ മത്സ്യത്തിന് എന്താണ്? അവർക്ക് എക്സ്റ്റേണൽ ഇയറും നെക്കും എന്താണ് കാണാൻ നമുക്ക് പറ്റില്ല. അതൊക്കെ ആബ്സെന്റ് ആണ് കേട്ടോ. അപ്പൊ മത്സ്യത്തിനെ പറ്റി ഈ ഒരു ഐഡിയാസ് ഒക്കെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെള്ളത്തിലും കരയിലുമായ ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്. ദ നെയിം ഗിവൺ ടു ഓർഗാനിസം ദാറ്റ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. കരയിലും ജീവിക്കും, അതുപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കും. അങ്ങനെയുള്ള ജീവജാലങ്ങളെ നമ്മൾ മൊത്തത്തിൽ ഒരൊറ്റ പേരുകൊണ്ട് വിളിക്കുമായിരുന്നു. എന്തായിരുന്നു? യെസ്, വേറെ ഒന്നുമല്ല, ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫീബിയൻസ്. കുറച്ച് എക്സാമ്പിളും കൂടി മക്കൾ ഓർത്തിരിക്കുക. നമ്മുടെ സിസിലിയൻ, ന്യൂട്ടുകൾ, ആക്സോലോട്ടൽ, സലമാൻഡർ, ഫ്രോഗ്സ്, അതായത് തവള, ഇവയുടെ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാരണം അവയുടെ പേരുകൾ നിങ്ങൾ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിച്ച് എഴുതാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? വിച്ച് ആനിമൽ ക്യാൻ സ്റ്റേ അണ്ടർ വാട്ടർ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ബ്രീത്തിങ്? അതായത് ശ്വസിക്കാതെ കുറേ സമയം ഈ വെള്ളത്തിനടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ആരാണ്? ടോർട്ടോയിസ് അല്ലെങ്കിൽ ആമയാണ്. അത് നിങ്ങളൊരു ജനറൽ ആയിട്ട് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആമ്പൽ, താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ആർ ആംബർ അല്ലെങ്കിൽ ലോട്ടസസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ? നമുക്കറിയാം അവയൊക്കെ എന്താണ്, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ജലസസ്യങ്ങളാണല്ലേ. എന്തുകൊണ്ടാണ് അവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ബിക്കോസ് അവയുടെ തണ്ടിലും അവയുടെ ഇലയിലുമുള്ള സവിശേഷതയാണ്. അവിടെ എന്ത് സവിശേഷതയാണുള്ളത്? എയർ ക്യാവിറ്റീസ് അല്ലെങ്കിൽ വായു അറകളുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സ്റ്റെംസ് ആൻഡ് ലീവ്സ് ഹാവ് എയർ ക്യാവിറ്റീസ്, അല്ലെങ്കിൽ തണ്ടിലും ഇലയിലും വായു അറകൾ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്: ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഹു ഫസ്റ്റ് യൂസ്ഡ് ദ ടേം എക്കോസിസ്റ്റം? ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചിത്രം മക്കളെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് ആർതർ ടെൻസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് മക്കള് ഓർത്തിരിക്കുക കേട്ടോ. ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്, പക്ഷെ പേര് ഓർത്തിരുന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇനി നെക്സ്റ്റ് ഇതാണ്, ഒരാവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആദ്യത്തെ കണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളാണ്. അതും മക്കൾ ഓർത്തിരിക്കാം. ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ആൻസർ? മെയ് 22 ആണ് കേട്ടോ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഡേ എന്നാന്ന് ചോദിച്ചാൽ മക്കൾ പറയണം അത് മെയ് മാസം 22 ആണ്. അപ്പൊ മെയ് 22 അല്ലെങ്കിൽ മെയ് 21 ആ ഒരു സമയങ്ങളിലൊക്കെ ബർത്ത്ഡേ ഉള്ള മക്കൾക്ക് പെട്ടെന്ന് അത് ഓർത്തിരിക്കാൻ പറ്റൂലേ. മെയ് 22 ഒക്കെ ബർത്ത്ഡേ ഉള്ള മക്കൾക്ക് പെട്ടെന്ന് ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം, ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ഓക്സിജൻ പാർലറുകൾ? നമുക്കറിയാം പാർലറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അത് വളരെയധികം കിട്ടും അല്ലെ. അപ്പൊ ഓക്സിജൻ പാർലറുകൾ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ അളവ് അവിടെ വളരെ കൂടുതൽ കിട്ടും. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് ആ ഒരു എക്കോസിസ്റ്റത്തിൽ പോയാൽ ഉണ്ടാവുന്നത്. അത്തരം എക്കോസിസ്റ്റത്തിന്റെ പേരെന്താണ്? അതാണിടാ കാവുകൾ അല്ലെങ്കിൽ സാക്രഡ് ഗ്രോവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ. ഇനി അടുത്തത് ആൽഗെ വിഭാഗത്തിലുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ, 2 ഉദാഹരണങ്ങൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പന്നൽ ചെടികളും അസോളയും. അത് രണ്ടും ഏത് വിഭാഗത്തിൽ പെട്ടതാണെടാ? ആൽഗെ വിഭാഗത്തിൽ പെട്ടതാണ്. ഓക്കെ, അതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇനിയും കുറെ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മിസ്സിന് ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏത് ഭാഗമാണ്? Which part of the plant is the first to emerge from the germinating seed? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഒരു വിത്ത് മുളയ്ക്കുന്ന സമയം ആദ്യം പുറത്തേക്ക് വരുന്നത് എന്താണ്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. അത് എന്തായിട്ട് മാറുന്നുണ്ട്? വേര് അല്ലെങ്കിൽ റൂട്ടായിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലേ. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ മക്കൾ ഓർത്തിരിക്കുക, രണ്ടാമതായിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗം ഏതായിരുന്നു? സെക്കൻഡ് ആയിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ പ്ലിമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം. ഓക്കെ, എന്തായിരുന്നു? പ്ലിമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം. അതെന്തിനായിരുന്നു അല്ലെങ്കിൽ അത് എന്തായിട്ടാണ് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞത്? അത് സ്റ്റെം ആയിട്ട് അല്ലെങ്കിൽ കാണ്ഡം അല്ലെങ്കിൽ തണ്ടായിട്ടാണ് അത് മാറുന്നതെന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്, ഈ ബീജമൂലത്തിനും ബീജശീർഷത്തിനും ഒക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ആഹാരം സംഭരിച്ചു വെച്ചത് എവിടെയാണ്? ബീജപത്രങ്ങൾ അല്ലെങ്കിൽ കോട്ടിലിഡനാണ് കേട്ടോ. ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ. അപ്പൊ ഇതും കൂട്ടുകാരെ ഈ ഒരു ചോദ്യത്തിന്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുള്ളടാ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മറക്കാതെ നിങ്ങൾ ഓർമ്മയിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ട് എക്സാം വരുന്ന സമയത്ത് എടുത്തങ്ങ് പ്രയോഗിക്കുക കേട്ടോ. അപ്പൊ എനിവേ നമുക്കിത് അടുത്ത ഒരു കുട്ടി ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.